ഇന്ന് താഴോട്ട് കുറച്ച് ലേറ്റായിട്ട് വൈകുന്നേരം ഇറങ്ങി വന്ന വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഡിന്നറൊക്കെ റെഡിയാണല്ലോ. അപ്പോൾ ഡിംപിൾ ഉച്ചയ്ക്ക് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ദേ പച്ചക്കറിയും സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ആദ്യം അത് തന്നെ അങ്ങ് എടുത്തു വച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ട്രോളിയൊക്കെ വലിച്ച് പുറത്തെടുത്തിട്ട് ഓരോന്നായിട്ട് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബോളയാണ് ഏറ്റവും മുകളിലൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം അതാണല്ലോ. അതിൻ്റെ അടിയിൽ ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയൊക്കെ വെക്കും. അപ്പം ഞാൻ ഓർത്തു നാളെ ഉച്ചയ്ക്കത്തേന് മീൻകറി വെച്ച് വെക്കാമെന്ന്. അപ്പം മീൻകറി ഉണ്ട്, നമ്മുടെ രാവിലെ വെച്ച പനീർ കറിയുണ്ട്. ഡിംപിൾ ദേ എന്തോ മെഴുക്ക് പുരട്ടി വെക്കുകയാണ്. അങ്ങനെയൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്താണെന്നറിയില്ല, വർത്താനം പറഞ്ഞു നിന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇത് പിള്ളേർക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുകയാണേ. അങ്ങനെ ദേ രണ്ടുപേരെയും കുളിപ്പിച്ചുകൊണ്ട് കിടത്തിയിട്ടുണ്ട് റൂമിൽ. ഇനിയിപ്പോൾ ഇവരെ ഉറക്കാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. കണ്ണടയ്ക്കണ വരെ, ബോധം പോണ വരെ അപ്പ എവിടെ, അപ്പ എപ്പോൾ വരും, ഈ ഒരു ചോദ്യം രണ്ടുപേരും ചോദിക്കും കേട്ടോ. അത്രയും അഡിക്റ്റഡ് ആണ് അപ്പയുടെ കാര്യത്തിൽ. അപ്പം നമ്മൾ ആരായി? അപ്പം ദേ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. തല ഇങ്ങനെ നോക്കണ്ട, ഇങ്ങനെ വലിച്ച് ചീകി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നൊരു ദിവസം സെറ്റാവും. രാവിലെ തൊട്ട് ഇങ്ങനെ വലിച്ച് കെട്ടി വെക്കുന്നതുകൊണ്ട് അങ്ങനെ. ഇന്ന് സത്യം പറഞ്ഞാൽ മടി പിടിച്ചു കേട്ടോ. മടി പിടിച്ചതല്ല, ഇങ്ങനെ വർത്താനം പറഞ്ഞ് വീഡിയോ എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബ് കമൻസിലും ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതും അതുപോലെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതൊക്കെ ഇട്ടിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഡോൺ ചേട്ടൻ ഇല്ലെങ്കിലാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ റൈസുകൾ, ബിരിയാണികളൊക്കെ ഉണ്ടാക്കുക കേട്ടോ. കാരണം ഡോൺ ചേട്ടന് ബിരിയാണി അങ്ങനെയൊന്നും ഇഷ്ടമില്ല. നെയ്ച്ചോറൊക്കെ ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ടൊരു കോൺഫിഡൻസ് ഇല്ല. എന്തിനാട്ടെ. അപ്പോൾ എനിക്കും അമ്മയ്ക്കും പൊതുവേ റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസ് പോട്ടെ, ടൊമാറ്റോ റൈസ്, തൈര് സാദം, ലെമൺ റൈസ് ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡോൺ ചേട്ടൻ ഇല്ലാത്ത തക്കത്തിലാണ് ഞങ്ങളിതൊക്കെ ഉണ്ടാക്കണേ. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചെന്നപ്പോൾ ആരും തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ലഞ്ചും ഡിന്നറും ഒക്കെ റെഡിയാക്കി വെക്കാം. കാരണം പിള്ളേർ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്നും എന്താ പറയുക, പ്രഡിക്റ്റബിൾ അല്ല. എപ്പോഴാണ് ഇവരുടെ മൂഡ് മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ പാച്ചൂരി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട് അങ്ങനെ. അപ്പം ഞാൻ ഓർത്തു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം എന്ന് വിചാരിച്ചു കേട്ടോ. ഏറെക്കുറെ നിങ്ങൾക്ക് കണ്ടപ്പം മനസ്സിലായി കാണും. ആദ്യം നോർമൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എനിക്ക് കുക്കറിൽ വെക്കാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാനാണ് കേട്ടോ ഇഷ്ടം. ചിലർ ഈ ചോറ് വേറെ വേവിച്ചിട്ട് മസാല വേറെ, ഞാൻ പല ചാനലിലും കണ്ടിട്ടുണ്ട് കേട്ടോ. മസാല വേറെ വെച്ചിട്ട് ചോറ് മിക്സ് ചെയ്യും. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മസാല വഴറ്റി അതിനകത്ത് തന്നെ ഇട്ട് ചോറിട്ട് വേവിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു കുക്കർ എടുക്കും. കുക്കറിൽ തന്നെ വഴറ്റിയിട്ട് ചോറ് അതിനകത്ത് ഇടുകയാണ് ചെയ്യുക കേട്ടോ. 2 പാത്രം എടുക്കാമെന്ന് ഇരിക്കുക. മാക്സിമം മെസ്സി ആക്കുന്നതിനേക്കാളും ആ മസാലയൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആവും. അപ്പോൾ ചട്ടി എടുക്കുക. ആവശ്യത്തിന് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. എന്ന് വെച്ചിട്ട് അധികമല്ല, വറക്കാനല്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 2 സബോള എടുക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് എടുത്തത് 2 സബോളയാണ്. 2 സബോളയാകുമ്പോൾ ഒരു 3, ചെറുതാണെങ്കിൽ 4 തക്കാളി എടുക്കുക. കാരണം ഇത് ടൊമാറ്റോ റൈസ് ആണ്, ടൊമാറ്റോയുടെ ടേസ്റ്റ് വേണം അല്ലേ. അപ്പം ഞാൻ വഴറ്റുമ്പോൾ എണ്ണയിൽ ആദ്യം പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഒരു പൂ പോലത്തെ ഒരു സംഭവം ഇല്ലേ, പട്ട ഒരു കുഞ്ഞു കഷ്ണം. ഇന്ന് ഞാൻ ചോറുണ്ടപ്പോൾ കണ്ടില്ലേ, അതൊരു കഷ്ണം. ഒന്നും ഓവർ ആവരുത്. 2 ഏലക്കായ, 3 ഗ്രാമ്പു അതൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് വഴറ്റിയിട്ട് സബോള ഇടുക. സബോളയും പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുക. കാരണം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം, എന്നാലേ ഒരു ചെറിയൊരു റെഡിഷ്നെസ് വരുള്ളൂ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഓവർ എരിവായാലും ടൊമാറ്റോ റൈസിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം സബോളയും പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റണം കേട്ടോ. സംഭവം നമ്മൾ കുക്കറിൽ ഇടുന്നതാണെങ്കിലും വഴറ്റിയിട്ടില്ലെങ്കിൽ വെന്ത് വരുമ്പം സബോള ഇങ്ങനെ പൊന്തി വരും. അപ്പം നല്ലപോലെ സബോളയും പച്ചമുളകും ഇട്ട് വഴറ്റുക. എന്നിട്ട് നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ തക്കാളി ഇടുക. ഒന്നെങ്കിൽ തക്കാളി അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് നൈസായിട്ട് ഇന്ന് ഞാൻ ഇട്ട പോലെ തന്നെ. അതായത് തക്കാളി എടുത്ത് മാറ്റി വെക്കരുത്. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഇത് വെച്ചിട്ട് പറയാണ്, അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയതായിട്ടാണ് ഇടുക. കുക്കറിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിങ്ങനെ ഓരോ പീസായിട്ട് മാറ്റി വെക്കും. നമ്മൾ ചെറുപ്പം തൊട്ടേ കഴിച്ച് ശീലമില്ല. സോ എന്ത് കണ്ടാലും അതെടുത്ത് മാറ്റി വെക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചൊരു ലെസണാണ്. അങ്ങനെ കളയാനും പറ്റില്ല, തക്കാളിയൊക്കെ ചുമ്മാ കിട്ടില്ലല്ലോ. അപ്പം ഞാൻ
ഞാൻ എൻ്റെ ഒരു പ്രോപ്പർ കുക്കിംഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് കേട്ടോ. അപ്പൊ നല്ലപോലെ ചോപ്പറിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് 2 അടി അടിക്കുക, കാണരുത്. ഇത് പറഞ്ഞ പോലെ തക്കാളിയുടെ പച്ച മണവും കൂടെ നല്ല രീതിക്ക് പോകണം കേട്ടോ. നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് അതിൻ്റെ എല്ലാ ഗുമ്മും പോകും കേട്ടോ. കാശ്മീരി മുളക് പൊടി അല്ല, എരിവുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി, പേരിന് മാത്രം മഞ്ഞപ്പൊടി ഇടുക, അതും പച്ചമണം പോണ വരെ. ദൈവം, ഈ ചെക്കൻ എന്തിട്ട് കാണിക്കണേ, പച്ചമണം പോണ വരെ വഴറ്റുക. എന്നിട്ട് ചോറിടുക. ഞാൻ കൂടുതലും ബസ്മതി റൈസ് ആണ് ഇടാറ്. നമുക്കിവിടെ ഒരു 1.5 ഗ്ലാസിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ 1.5 ഗ്ലാസ്സിന് ശരിക്കും എങ്ങനെയാന്ന് വെച്ചാൽ, 1 ഗ്ലാസ്സിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം എടുക്കും. ചോറ് വഴറ്റി കുറച്ച് വെള്ളം, അരി ഓൾറെഡി ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കുക കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. കുതിർത്ത് വെക്കുക. ഈ മസാലയൊക്കെ വഴണ്ട് വരുമ്പോൾ അതിലിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ വെള്ളം ഒന്ന് ഡ്രൈ ആവും. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നൊരു റേഷ്യോയിലാണ് ഞാൻ ഒഴിക്കാറ്. എന്നിട്ട് നോക്കിയിട്ട് നല്ല ഉപ്പൊക്കെ നോക്കുക. ഒരു പടി മുന്നേ നിൽക്കുക, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒരു പടി മുന്നേ വെക്കുക. പിന്നെ ഇതിലെ മെയിൻ സംഭവമാണ് മല്ലിയില എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ടൊമാറ്റോ റൈസ് വെച്ചെന്ന് പറഞ്ഞാലും അതിൽ മല്ലിയില ഇല്ലെങ്കിൽ അതൊരു ടൊമാറ്റോ റൈസ് ആയിട്ട് ചിത്രീകരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ടൊമാറ്റോ റൈസിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് മല്ലിയില എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മല്ലിയില ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കറക്റ്റ് നോക്കിയിട്ട് ഒരൊറ്റ വിസിൽ. അപ്പോൾ അതിൽ ഒഴിക്കണ വെള്ളം ചൂടുവെള്ളം ഒഴിക്കുക. തിളച്ച് പറയണ വെള്ളമല്ല, നല്ലൊരു ചൂടുവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചാൽ പിന്നെ അത് ചൂടായി വരാൻ പിന്നെ സമയം എടുക്കും. അപ്പോൾ അരി കുഴഞ്ഞു പോകും. അപ്പം ഞാൻ എന്ത് കറി വെച്ചാലും ചൂടുവെള്ളമാണ് ഒഴിക്കാറ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ വീണ ചേച്ചിയുടെയൊക്കെയാണ് കുക്കിംഗ് ചാനൽ ആദ്യം കണ്ടു തുടങ്ങിയത്. അപ്പോൾ വീണ ചേച്ചി എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുക. അത് ശരിക്കും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇളം ചൂടുവെള്ളം ഒഴിക്കുക, കുക്കർ അടച്ചു വെക്കുക, ആദ്യത്തെ വിസിൽ തന്നെ ഓഫ് ആക്കുക. പ്രഷർ തന്നെ പോകണം, നമ്മൾ തല്ലി പ്രഷർ കളയിക്കേണ്ട, അത് തന്നെ പ്രഷർ പോകുമ്പോഴത്തേക്കിനും തുറന്നു നോക്കുക. ടൊമാറ്റോ റൈസ് റെഡി. പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കൊടുത്തു വിടാം കേട്ടോ. മുട്ടയും പുഴുങ്ങി കൊടുത്തു വിട്ടാൽ സെറ്റാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഒരു തവി ഇട്ട് അങ്ങോട്ട് ഇളക്കി മറയ്ക്കരുത്. ആദ്യം ഒരു ഫോർക്ക് ഇട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. അതും വീണ ചേച്ചിയുടെ ടിപ്പാണ് കേട്ടോ. ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇല്ലാത്ത കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വീണ ചേച്ചി പറഞ്ഞതിന് ശേഷം ഒരു 7-8 വർഷമായിട്ട് ഞാൻ ആ ഒരു പാതയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുമ്പോൾ ചോറ് പൊടിയുന്നില്ല കേട്ടോ. അതുള്ള കാര്യമാണ്. പിന്നെ തവി കൊണ്ട് എടുക്കാൻ നാക്കുള്ളവർക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. പിന്നെ പനീർ ബട്ടർ മസാല, അത് ഞാൻ നോക്കിയപ്പോൾ ക്രീം കേടായി, കാഷ്യൂനട്ടില്ല. ഞാൻ ഓർത്തു, പനീറും വാങ്ങിച്ചു പോയി, ഇനി വെക്കില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. മമ്മി നോയുമ്പായിട്ട് തന്നെ ഈ പറഞ്ഞ നമ്മൾ നോൺ വെജ് വെക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. മമ്മി പറയും എനിക്ക് എന്തായാലും മതി, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു ഇന്ന് പനീർ വെക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ പനീർ ബട്ടർ മസാല വെക്കാമെന്ന്. അപ്പം തട്ടിക്കൂട്ട് പനീർ ബട്ടർ മസാല കേട്ടോ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ബട്ടറിനകത്ത് നമ്മുടെ പനീർ കുഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോൾ എന്ന് വെച്ചാൽ കരിയുണ്ട് കേട്ടോ. എന്നിട്ട് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിൽ ജീരകവും വറ്റൽമുളകും ഇട്ട് ഒന്ന് വറക്കുക. അതിലേക്ക് എന്തിട്ടായിട്ടത് സബോളയും ഇഞ്ചിയിട്ട് നല്ല പോലെ സോട്ട് ചെയ്യുക കേട്ടോ. സോട്ട് ചെയ്ത് അത് നല്ല ഒരു പരുവാകുമ്പോൾ അരച്ച് വെച്ച് തക്കാളി ഒഴിക്കുക. അതൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഞാൻ ഒരു സബോളയും 2 തക്കാളി അങ്ങനെ എങ്ങാണ്ടാണ് ഞാൻ എടുത്തത്. തക്കാളി നല്ലപോലെ അരച്ച് ചേർക്കുക. അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞപ്പൊടിയല്ല, മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റുക. അതെല്ലാം ഒന്നാകുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് നമ്മുടെ ആരാണവൻ പനീറിനെ എടുത്തിടുക. പിന്നെ കുറച്ച് കസ്തൂരി മേത്തിയുടെ പൗഡറല്ല കസ്തൂരി മേത്തി ഇടുക. ഡൺ. കുറച്ച് മല്ലിയില കൂടെ. എനിക്ക് എന്ത് വെച്ചാലും മല്ലിയില നിർബന്ധമാണ്. മോസ്റ്റ് ഓഫ് ദി ഡിഷസിൽ എൻ്റെ മല്ലിയില കാണും കേട്ടോ. ഈവൻ നമ്മുടെ സാലഡ്, മറ്റേ ബിരിയാണിയുടെ കൂടെ കഴിക്കുന്ന സാലഡിൽ വരെ ഞാൻ ഇതിടും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. മേ ബി ഞാൻ ഒരു തമിഴ്നാട് ടച്ചിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കണം എനിക്ക് അതിനോട് ഇത്രയ്ക്കും താല്പര്യം കേട്ടോ. അതാണ് നമ്മുടെ ടൊമാറ്റോ റൈസിന്റെ രഹസ്യം. ഞാൻ ഓർത്തു
വീഡിയോ ഇടാണ്ടിരിക്കണ്ട. ഇവർക്ക് പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞിട്ട് ഇനി വീഡിയോ ഇട്ടില്ല മൂക്ക് പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ വെറുതെ അറിയാത്ത ഒരാൾ വന്ന് എന്റെ മൂക്ക് പിടിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയൊക്കെ വിശേഷങ്ങളും. ഇനിയിപ്പം ഡോൺ ചേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണം. എനിക്കിനി ഉറക്കം വരില്ല. ചില ദിവസം എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു ഡൽഹിക്ക് പോയിട്ട് വന്നപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങി. എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. ഞാൻ പറയുമ്പോട്ട് പറ്റുണ്ടായിരുന്നില്ല പിടിച്ചു വെക്കാൻ. അപ്പം ഞാൻ കിടന്ന് ഉറങ്ങിയിരുന്നു. ഞാനിങ്ങനെ ഒന്ന് നോക്കി. ഞാൻ കിടന്ന് ഉറങ്ങി. അല്ലെങ്കിൽ ഞാൻ വരും ഇങ്ങനെ ഉറക്കത്തിൽ നിന്നായാലും ഞാനിങ്ങനെ എഴുന്നേറ്റിരിക്കും, വർത്താനമൊക്കെ പറയും. അങ്ങനെ ഒരു മണിക്കൂർ ഞങ്ങൾ പോവാറുണ്ട്. ബട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ വർക്ക് പ്രഷർ കൂടി അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടി ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പം ഞാൻ പല റീലും നമ്മൾ ഇൻസ്റ്റാഗ്രാം കാണുമ്പം പറയാറില്ലേ, ഓ നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടുള്ള ഇൻസ്റ്റാഗ്രാം റീൽസ് വരുമെന്ന്. അതുപോലെയാണ് കേട്ടോ ഇപ്പം. പണ്ടൊക്കെ പാത്രം കഴുകാന്ന് വെച്ചാൽ ഒരാളെ കൊല്ലാൻ പറയുന്ന പോലെയായിരുന്നു എനിക്ക്. അത് ഞാൻ പാത്രം കഴുകിയ എന്താ ഇപ്പൊ പറയണ. അപ്പം പറയും കെട്ടിച്ചു വിടുന്ന വിവരം. ഞാൻ പറയും, ഓഹോ ഞാൻ പാത്രം കഴുകില്ല, വിവരം അറിയുന്നൊക്കെ അന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അപ്പോഴല്ല അപ്പം നോക്കാന്ന്. അപ്പം പറയും ഇപ്പം നോക്കിയോന്ന് ചോദിക്കും. പക്ഷെ ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്, ഇഷ്ടക്കേടായിട്ടല്ല. പക്ഷെ എല്ലാരും പറയണ പോലെ ആ സമയം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോയി. പറഞ്ഞ പോലെ നോൺ വെജ് തൊടുന്നതും കഴുകുന്നതും ഒന്നും എനിക്ക് ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടമായിരുന്നു കേട്ടോ. അന്നും ഇന്നും നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീട്ടിൽ ഞാൻ ഇറച്ചിയും മീനും കഴുകിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഞാൻ 24 വർഷം എൻ്റെ പാരൻസിനോട് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇറച്ചിയും മീനും കഴുകിയിട്ടില്ല കേട്ടോ. സത്യസന്ധമായ കാര്യമാണ്. എനിക്ക് ഇഷ്ടമില്ല. ഞാൻ മണം വരുന്നെന്ന് പറയും. മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വാങ്ങിച്ചോണ്ട് ഞാൻ പറയാം പറമ്പിൽ അലക്കലിൻ്റെ അവിടെ പോയിട്ട് കഴുകിയിട്ട് വാ, എവിടെയൊന്നും കഴുകല്ലേ എന്ന് ഞാൻ പറയും കേട്ടോ. ഞാനാണിപ്പോൾ മീനും കൊണ്ട് ആറാടുന്നത്. എനിക്ക് തോന്നി ഞാൻ ഏ- ഏതോ ഒരു സുപ്രഭാതത്തിൽ തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ മേടില്ലാണ്ടായ പിന്നെ നമ്മൾ ആരോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യം നമ്മൾ ചെയ്യണം, വേറെ ഒരാളും ചെയ്തതില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ തിരക്കുണ്ട്, ആരും ചുമ്മാ ഇരിക്കണില്ല. കൂടുതലും ഞാൻ ഡിംപിളും തന്നെയാണ് ചെയ്യാറ്. പക്ഷെ ഒരു പടി മുകളിൽ ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഡിംപിൾ ചെയ്യും. കൂടുതലും ഞാനും ഡിംപിളും തന്നെയാണ് ചെയ്യാറ്. മമ്മിക്കാനുള്ള സ്പേസ് ഞങ്ങളിപ്പം കൊടുക്കാറില്ല. മമ്മിയുടേതായ ലോകത്ത് മമ്മി ഇരിക്കുകയാണ്. അപ്പം മമ്മിക്ക് അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. എല്ലാ കാര്യങ്ങളും ഞാനും ഡിംപിളും കുറേ പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഒരു വീട്ടിലിങ്ങനെ ഇരിക്കണേ, പ്രശ്നങ്ങൾ വരില്ലേ? പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കണതാണ് അല്ലേ. നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ലോസ് ആയി എൻ്റെ മനസ്സിൽ ശരി ആന്ന് തോന്നിയാൽ ഞാൻ അവരുടെ കൂടെ ഏതൊരു സിറ്റുവേഷനിലും ഞാൻ നിൽക്കാറുണ്ട്. പിന്നെ അവർക്കത് ഇഷ്ടമില്ല എന്ന് കാണുമ്പോൾ ഞാൻ മാറാറും ഉണ്ട് കേട്ടോ. നമ്മൾ അവരെ ഓവറായിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പറഞ്ഞു വന്ന കാര്യം, കുറേ പേരുടെ ഒരു സംശയമാണ്, നമുക്ക് മക്കളുണ്ട്, ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. അവരെ സംബന്ധിച്ച് അവർ 4 പേരും എന്താ പറയുക വർഷങ്ങളായിട്ട് ഒന്നിച്ച് അല്ലെങ്കിൽ അവർ രക്തബന്ധങ്ങളാണ് അല്ലേ. അപ്പോൾ അവർക്ക് യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്നോട് ചോദിക്കുക, നിങ്ങൾ അങ്ങനെ ഇരിക്കണം അങ്ങനെ അല്ലെങ്കിൽ. ഞാൻ പറഞ്ഞു, ഞാൻ സത്യമായിട്ട് ഇപ്പോഴും പറയാറ്, അവരുടെ വീട്ടിൽ ഞാൻ ഗസ്റ്റായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ആതിഥ്യ മര്യാദ കാണിക്കണമല്ലോ. അല്ലാണ്ട് ഞാൻ കയറി ഭരിക്കാൻ നിന്നാൽ അത് വലിയ സുഖം ഉണ്ടാവില്ല. എനിക്കൊരു സ്പേസ് തന്നിട്ടുണ്ട്, ആ സ്പേസിൽ നിന്നിട്ട് ഭംഗിയിൽ ജീവിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്പേസിൽ നിൽക്കുക, ആരുടെ കാര്യത്തിലും അമിതമായിട്ട് ഇടപെടാണ്ടിരിക്കുക. എനിക്ക് ഇപ്പോഴത്തെ കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോണ കുട്ടികൾ ചോദിക്കാറുണ്ട്. ഞാൻ ഇതിലൊന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. ശരിക്കും ഒറ്റ കുട്ടിയായിട്ട് വളർന്ന എല്ലാ ഫ്രീഡവും എനിക്കുണ്ടായിരുന്നു. ഒരു പണി ഞാൻ ചെയ്യില്ലായിരുന്നു. ഇപ്പൊ എന്നെ ആലോചിക്കും, ഞാനാ സത്യമായ കാര്യം, ഒരു പണി ഞാൻ ചെയ്യില്ലായിരുന്നു. എപ്പോഴാ വേണം എൻ്റെ അമ്മയോട് ചോദിച്ചോളൂ, ഒരു പണി ഞാൻ ചെയ്യില്ല. കഴിച്ച പാത്രം പോലും ഞാൻ കഴുകി വെക്കില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ ചേച്ചിമാര് വരും, പിന്നെ ആ ഷെഡിൽ കിടക്കുന്ന നീയല്ലേ, ആ ഷെഡിലെ റാണി ഞാനായിരുന്നു. ഷെഡിലെ റാണി ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെ പരിപാലിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഡയലോഗ് അടിച്ചു കേട്ടോ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ നമ്മുടെ സ്പേസിൽ നിൽക്കുക, നമ്മുടേതായ കാര്യങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ തീരുമാനങ്ങളിൽ കയറി തിരുത്താൻ നിൽക്കാതിരിക്കുക. ശരിയെന്ന് തോന്നിയാൽ അവരുടെ കൂടെ നിൽക്കുക. വഴക്കുകൾ മാക്സിമം, ടോക്സ് മാക്സിമം ഒഴിവാക്കുക. ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ, പണ്ട് എവിടെ പ്രശ്നം ഉണ്ടോ ഞാൻ വന്ന് ചാടാം എന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഒരു പ്രശ്നം കണ്ടാൽ ഞാൻ മാറി തിരിഞ്ഞ് ഞാൻ നടക്കും. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഞാനിപ്പോൾ ഇടപെടാറില്ല.
അതിവിടെ ആയാലും പോലും ഇപ്പം അവർ എന്താ പറയുക, മമ്മി, ഡിംപിൾ, ഡാഡി, ഡോൺ ചേട്ടൻ എന്തെങ്കിലും വർത്താനം പറയുകയാണെങ്കിൽ പോലും ഞാൻ അതിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. കാരണം അത് അവരുടെ സ്പേസ് ആണ്. സംഭവം ഞാൻ വന്ന് ഞാൻ എൻ്റെ ഇനി തൊട്ട് ഇനി ആയുഷ്കാലം ഞാൻ എവിടെയാണ് അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ അവരുടെ ഇടയിലേക്ക് കയറി അവർക്ക് ഒപ്പീനിയൻ പറയാം. മമ്മി വിളിക്കുമ്പോൾ ഞാൻ ഒപ്പീനിയൻ പറയും. അല്ല, എനിക്ക് ഒപ്പീനിയൻ പറയാനുള്ള സ്പേസും തന്നിട്ടുണ്ട്. ബട്ട് കാലം മുന്നോട്ട് പോകുന്തോറും, പ്രായം മുന്നോട്ട് പോകുന്തോറും ഞാൻ പഠിച്ചൊരു പാഠം അതാണ്. ആവശ്യമില്ലാതെ ഒരു കാര്യത്തിലും ഇടപെടാണ്ടിരിക്കുക. വാ എപ്പോഴും അമ്മ എപ്പോഴും പറയാം, വാ എപ്പോഴും സീൽ ചെയ്തിടുക. നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയുക, നിന്റെ അഭിപ്രായങ്ങൾ നീ പറയണ്ട, അങ്ങോട്ട് കയറി പറയണ്ട. ശരിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, സമയം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി അതാണ് അതിൻ്റെ ശരി. നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ നമുക്ക് പറയാം. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. ഈ പറഞ്ഞ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാം. എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീഡിയോയിൽ കാണുന്ന കുറച്ച് സമയമല്ല നമ്മുടെ ലൈഫല്ലേ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ നമ്മൾ ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ. നമ്മളെല്ലാം അങ്ങനെ യൂട്യൂബിലൂടെ കാണിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ എല്ലാം നിങ്ങളെ അറിയിക്കാൻ പറ്റില്ല അല്ലേ. ഞങ്ങളുടെ സൈഡിലും ഈ പറഞ്ഞ പോലെ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യം നമ്മൾ ചിലർ പറയും, നിങ്ങളിങ്ങനെ എല്ലാം വന്ന് തുറന്നു പറയേണ്ട ആവശ്യമില്ല, എന്നിട്ട് തുമ്മിത് ചീറ്റിയതൊക്കെ. അങ്ങനെയല്ല, പറയേണ്ട കാര്യങ്ങൾ പറയും, പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാറില്ല. അങ്ങനെയാണ് നമുക്ക് എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മൾ വീട്ടിലായാലും നമ്മുടെ അടുത്ത ബന്ധുക്കളോടായാൽ പോലും നമ്മൾ പറയേണ്ട കാര്യങ്ങളെ നമ്മൾ പറയാറുള്ളൂ അല്ലേ, അല്ലാണ്ട് എല്ലാം അങ്ങനെ പറയാറില്ലല്ലോ. അതുപോലെ തന്നെ ലൈഫിലും നിങ്ങൾ ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ഹസ്ബൻഡുമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും പറഞ്ഞു തീർക്കുക. അതിനകത്ത് ആരെയും വലിച്ചിടാണ്ടിരിക്കുക. നമ്മളെ പാരൻസിനും ബേർഡൻ കൊടുക്കാണ്ടിരിക്കുക അല്ലേ. ഇപ്പം എനിക്ക് വിഷമാണ് എന്ന് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സ്വസ്ഥത കാണുമോ? വീട്ടിൽ ആകെയുള്ളൊരു മോളാണ് ഞാൻ അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചിട്ട് സ്വസ്ഥതയില്ല. ആ സമയത്ത് നമ്മൾ കാഷ്വലായിട്ട് വിളിച്ച അമ്മയ്ക്ക് സുഖമാണോ? ഞാനിവിടെ സുഖമാണ്, പിള്ളേരൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു. അങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു അവർക്കൊരു സ്വസ്ഥത വേണമല്ലേ. അല്ലെങ്കിൽ നമ്മൾ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷമില്ല എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പാരൻസിന് സങ്കടം വരും. പറയേണ്ട കാര്യങ്ങൾ പറയുക, പറയേണ്ടാത്ത കാര്യങ്ങൾ പറയാണ്ട് തന്നെ ഇരിക്കുക. അത് അപ്പനോടായാലും അമ്മയോടായാലും എൻ്റെ രീതി അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴായാൽ പോലും കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടായാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞാനൊരു ബൗണ്ടറി ഇട്ടിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങൾ മാത്രം വീട്ടിൽ പറയുക, പറയേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ അതിനിൽ ഒതുക്കുക എന്ന് വെച്ചിട്ട് ഗാർഹിക പീഡനം ഒന്നും വീട്ടിൽ പറയാണ്ടിരിക്കണം കേട്ടോ. പല രീതിയിൽ പിള്ളേർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ അറിയിക്കണം. നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, മെൻ്റലി ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെൺപിള്ളേരും മാത്രമല്ല ആൺപിള്ളേർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആൺപിള്ളേരെയും പല രീതിയിൽ പെണ്ണുങ്ങൾ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രയ്ക്കും ടോർച്ചറിങ് അനുഭവിക്കാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വീട്ടിൽ അറിയിക്കുക. അല്ലാണ്ട് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ A to Z വീട്ടിൽ അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാം പറഞ്ഞില്ലെങ്കിൽ അവരെന്താ, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് അവർ അറിഞ്ഞാൽ തന്നെ അവരുടെ പകുതി ആശ്വാസമാണ്. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ സന്തോഷത്തിലാണെന്ന് അറിയുമ്പോൾ തന്നെ അവരും ഭയങ്കര ഹാപ്പിയാവും. ഇപ്പോൾ അതുപോലെ ഞാൻ പണ്ട് തൊട്ട് എൻ്റെ വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ഇൻലോസിനെ നമ്മുടെ സ്വന്തം പാരൻസ് ആയിട്ട് കണക്കിലെടുക്കുക. അവർ ആ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും വീട്ടിലിരിക്കുന്ന അപ്പനും അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടും എന്നാണ് എൻ്റെ അമ്മ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് എന്തെന്ന് പറഞ്ഞാലും നമ്മൾ ആരോട് ചോദിച്ചാലും നമ്മുടെ അപ്പനും അമ്മയും കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. അതുപോലെ തന്നെ കണ്ടാൽ മതി. എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുക്കുക. നമ്മൾ ചെന്നോടനെ വീട്ടിലെ രീതികളൊക്കെ മാറണം, ഞാൻ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സ്വർഗരാജ്യം, അങ്ങനെയൊന്നുമല്ല. നമ്മൾ അവരുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റായിട്ട് പോവുകയാണ്. അവർ നമ്മളെ പെർമനൻ്റ് ആക്കിയാലേ നമുക്ക് അവിടെ പെർമനൻ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ രീതികൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ കൃത്യനിഷ്ഠയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കറക്റ്റ് 8:30 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, 12 ഉണ്ടെങ്കിൽ ലഞ്ച്, 4 മണിക്ക് ചായ, 7:30 8 മണിക്കുള്ള ഡിന്നർ കഴിഞ്ഞിരിക്കും. എൻ്റെ ഒരു ജീവിതശൈലി മാറിയത് ഞാൻ എറണാകുളത്ത് പോയതിന് ശേഷം. അതിന് ശേഷമാണ് എനിക്ക് PCOD അതും ഇതൊക്കെ വരുന്നത്. ഞാൻ ഇടയ്ക്കിപ്പോൾ ഇരുന്ന് ആലോചിക്കാറുണ്ട്, അവനായിരുന്നു അപ്പോൾ വില്ലൻ എന്നുള്ളതിലൊക്കെ കാര്യമുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ഈവൻ ഡോൺ ചേട്ടനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വിശന്ന് എൻ്റെ അണ്ടം കത്തും, എൻ്റെ പൊന്നെ ഇറങ്ങി ഓടിയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഭക്ഷണം ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ 12 മണി ആയാലും ഓക്കെ എന്നുള്ള ഒരു ഇതാണ്. കാരണം അവരുടെ രീതി അതാണ്. അവർ താമസിച്ചേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചിരുന്നേ കഴിക്കുള്ളൂ. അതൊന്നും നമ്മളായിട്ട് വന്നിട്ട് അങ്ങനെയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ 8:30 കഴിയും, അതൊന്നും നടക്കില്ല. അത്
അതൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞ പോലെ ഭർത്താവുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. അതിലൊരു ഒളിയും മറയും വെക്കേണ്ട കാര്യമില്ല. ഞാനെല്ലാം ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഡോൺ ചേട്ടൻ ഷെയർ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോൺ ചേട്ടൻ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്ന ആളാണ്. പേടിച്ചിട്ടാവാം, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓവർ അറ്റാച്ച്മെന്റ് കാണിച്ചാൽ എന്താവും എന്നൊക്കെ ഭയങ്കര ഫീൽ ചെയ്യണ കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരിക, അല്ലെങ്കിൽ എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങി, അതൊന്നും ചെയ്യാറില്ല. അത് അങ്ങനെ ആയിരുന്നില്ല ഡോൺ ചേട്ടനെന്ന് എനിക്ക് പല ഇതിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മളെ സാഹചര്യങ്ങൾ മാറ്റും. ചിലപ്പോൾ പക്വത, ഒരു മെച്ചുവേർഡ് പേഴ്സൺ ആയിട്ട് മാറ്റും. ആ ഒരു ലെവലിലാണ് ഇപ്പം ഡോൺ ചേട്ടൻ പൊക്കോണ്ടിരിക്കുന്നത്. ഞാനും ഇപ്പം അങ്ങനെ, ഞാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രീ ബേർഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് യാതൊരു കാര്യത്തിനെ കുറിച്ച് ടെൻഷൻ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. രാവിലെ സൗകര്യമുള്ളപ്പോൾ എണീക്കുക, സൗകര്യമുള്ളപ്പോൾ പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്കറിയാം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം അല്ലേ. എൻ്റെ മക്കളുടെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ കാര്യം, ഇതൊക്കെ ഞാൻ തന്നെ നോക്കണം. അപ്പം ഞാൻ അതിനെ എന്നെ ബൂസ്റ്റ് ചെയ്തിട്ടേ അത് കാര്യമുള്ളൂ. ചില സമയങ്ങളിൽ വയ്യാണ്ടാവാറുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഇപ്പോഴായിരിക്കും ഡിമ്പിളിന് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായിട്ട് ഒന്നും, അതായത് അവൻ്റെ അടുത്തുനിന്ന് ഡിമ്പിളിന് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം അവൻ അത്രയ്ക്കും പേടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നാണ് പിന്നെയും ഡിമ്പിള് പുറത്തോട്ട് ഇറങ്ങിയത്. ഡിമ്പിളിനും ഈ പറഞ്ഞ പോലെ ബോറടിച്ചു തുടങ്ങി. നമ്മൾ റൂമിൽ അടച്ചിടുമ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിലായോ, കോക്കാമാരുടെ ഇരിക്കുമ്പോൾ ഡിമ്പിളാണ് കൂടുതലും പുറത്ത് പോണ ഒരാൾ. ഇപ്പൊ ഹാമ്പർ സെറ്റ് ചെയ്യാനായാലും അല്ലെങ്കിൽ പർച്ചേസിനും ഒക്കെ പുറത്ത് പോണ ആൾ ഡിമ്പിളാണ്. എനിക്ക് തോന്നുന്നു എനിക്കാണ് ഒട്ടും പുറത്തു പോക്കില്ലാത്തത്. ഇപ്പൊ മമ്മിയുമായി, മമ്മി ഇരിപ്പായി. മമ്മിക്ക് ഇപ്പൊ എവിടെ പോകുന്നതും മമ്മിക്ക് ഇഷ്ടമല്ല. മമ്മി എൻ്റെ ലെവലിലെത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ പിള്ളേരെ കൊണ്ട് പോകാനായിട്ട് ഇഷ്ടമില്ല. അവർ ആവശ്യത്തിലധികം സ്കൂളിൽ പോയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അത് മതി. കാരണം നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവും. അല്ലെങ്കിൽ ഞാൻ പറയാം, പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയിട്ട് വരാം. എനിക്ക് അത് ഇഷ്ടമാണ്. കാരണം ഡോൺ ചേട്ടൻ്റെ കൂടെയുള്ള ടൈം സ്പെൻഡിങ് എനിക്ക് വളരെ കുറവായത് കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഡോൺ ചേട്ടനോട് എവിടെയെങ്കിലും പോവുക. മനുഷ്യനെ വണ്ടി ബുള്ളറ്റ് ഒന്നും എടുക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ ബർത്ത്ഡേക്ക് ബുള്ളറ്റ് കൊടുത്തായിരുന്നു. ഞാൻ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എന്നെ കയറ്റത്തില്ലെന്ന് കണ്ടപ്പോൾ തൊട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ബുള്ളറ്റ് പോയിട്ട് ഒരു ഓട്ടോറിക്ഷ പോലും ഞാൻ മേടിച്ചു തരില്ല. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ടൊമാറ്റോ റൈസ് റെസിപ്പി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം എനിക്ക് ഞാൻ കുറച്ച് സമയം പറയാം, ഫ്ലിപ്കാർട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു ഇങ്ങനെ നിരങ്ങിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സമയം എത്രയാണെന്നറിയോ? 1:15. എല്ലാം ഉറക്കാണ് രണ്ടുപേരും. നോക്കിക്കേ, തെക്കുന്ന് ആ രണ്ടാമത്തവൻ ഇവിടെ എത്തി. കണ്ടാ, ഇവിടെ എത്തിയവൻ. ഓ മൈ ഗോഡേ. ഇവിടെ പാച്ചുക്കുട്ടിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, ഡോൺകുട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അമ്മയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഫുൾ ബർത്ത്ഡേ ആണ്. എസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പം നിങ്ങൾ എന്നെ മെനക്ക് കാണുന്ന വെച്ചാൽ എൻ്റെ മുഖമൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ലിപ് ബാം ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരു ചെറിയ മെനയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അല്ലാത്തപ്പോൾ കണ്ട കോക്കാച്ചി പോലെ ഇരിക്കും. കുറേ പേര് മുടിക്ക് എന്ത് വളമാണ് ഇടുന്നതെന്ന് ചോദിച്ചു. മുടിക്ക് വളമേ ഇടുന്നില്ല കണ്ടോ. വളരെ ശോഷിച്ച അവസ്ഥയാണ്. മുടി വെട്ടിക്കളഞ്ഞാലോ എന്ന് വരെ പിന്നെ പണ്ടത്തെ എൻ്റെ മുടി ഇങ്ങനെയായിരുന്നു കേട്ടോ. കണ്ടോ, വാല് കണ്ടോ, ഇത്രേ ഉള്ളൂ തുമ്പ ആക്ച്വലി. കണ്ടോ, കാണുമ്പം സങ്കടം വരും. ഇത് നമ്മുടെ ആൻറ്റി ടാർണിഷിൻ്റെ വളയാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിക്കും, ഇത് ലാസ്റ്റ് ചെയ്യോ കളറ്? പ്ലേറ്റഡ് അല്ലല്ലോ, മീൻസ് ആൻറ്റി ടാർണിഷ് എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഇട്ടിട്ട് ഒരു മാസമായി, പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഞാൻ വെള്ളത്തിക്കളി എന്ന് പറഞ്ഞാൽ ഞാൻ പാത്രം കഴുകാൻ ലാവിഷാണ്. ഇത് ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ചാലേ ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ. ഭംഗിയിലിരിക്കുന്ന കേട്ടോ. ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൻറ്റി ടാർണിഷ് സാധനങ്ങളാണ്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. നാളെ വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. നാളെ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നല്ല, തോമന് ഇന്ന് ഹോംവർക്ക് പകാതി വഴിയിൽ നിന്നു. കാരണം അമലും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറകെ പോയപ്പോൾ നൈസായിട്ട് ചേട്ടൻ ചാടി വന്നു. നാളെ പിടിച്ച് ഇരുത്തണം. അപ്പം നമുക്ക് വേറൊരു ദിവസമല്ല,
കമ്മിങ് ഡേയ്സിൽ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.